കിഫ്ബിയുടെ സഹായത്തോടെ കെ.എസ്.ആർ.ടി.സി. ആരംഭിക്കുന്ന സബ്സിഡറി കമ്പനി കെ.എസ്.ആർ.ടി.സി. സ്വിഫ്റ്റ്. കിഫ്ബിയുടെ സഹായത്തോടെ കെ.എസ്.ആർ.ടി.സി. ആരംഭിക്കുന്ന സബ്സിഡറി കമ്പനി കെ.എസ്.ആർ.ടി.സി. സ്വിഫ്റ്റ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പുറത്തിറക്കിയ ഓൺലൈൻ ഭക്ഷ്യവിതരണ ആപ്ലിക്കേഷൻ രസോയി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പുറത്തിറക്കിയ ഓൺലൈൻ ഭക്ഷ്യവിതരണ ആപ്ലിക്കേഷൻ രസോയി. കേരളത്തിൽ നഗര ഉപജീവന ബിസിനസ് കേന്ദ്രം നിലവിൽ വരുന്നതെവിടെ? പറവൂർ നഗരസഭ, എറണാകുളം. കേരളത്തിൽ നഗര ഉപജീവന ബിസിനസ് കേന്ദ്രം നിലവിൽ വരുന്നതെവിടെ? പറവൂർ നഗരസഭ, എറണാകുളം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡയറക്ടർ ആയി നിയമിതനായ മലയാളി ടി.സി. സുശീൽ കുമാർ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഡയറക്ടർ ആയി നിയമിതനായ മലയാളി ടി.സി. സുശീൽ കുമാർ. സമ്പൂർണ്ണ ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് സംവിധാനം നിലവിൽ വന്ന സർവകലാശാല കണ്ണൂർ സർവകലാശാല. സമ്പൂർണ്ണ ഹരിത കമ്പ്യൂട്ടിംഗ് ലാബ് സംവിധാനം നിലവിൽ വന്ന സർവകലാശാല കണ്ണൂർ സർവകലാശാല. 2020 പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ മികച്ച പ്രകടനം നടത്തിയതിന് സംസ്ഥാന ബഹുമതി നേടിയ പോലീസ് നായ ഡോണ. 2020 പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ മികച്ച പ്രകടനം നടത്തിയതിന് സംസ്ഥാന ബഹുമതി നേടിയ പോലീസ് നായ ഡോണ. ഇന്ത്യൻ ആർമി വികസിപ്പിച്ച സിമ്പിൾ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇൻ്റർനെറ്റ് സായ്. ഇന്ത്യൻ ആർമി വികസിപ്പിച്ച സിമ്പിൾ മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ സെക്യൂർ ആപ്ലിക്കേഷൻ ഫോർ ഇൻ്റർനെറ്റ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. T20 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടുന്ന ആദ്യ താരം ക്രിസ് ഗെയിൽ. T20 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടുന്ന ആദ്യ താരം ക്രിസ് ഗെയിൽ. നവംബറിൽ ദയാവധം നിയമവിധേയമാക്കാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലാൻഡ്. നവംബറിൽ ദയാവധം നിയമവിധേയമാക്കാൻ തീരുമാനിച്ച രാജ്യം ന്യൂസിലാൻഡ്. 2020 പബ്ലിക് അഫയർ ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് കേരളം. 2020 പബ്ലിക് അഫയർ ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് കേരളം. ഒക്ടോബറിൽ വിയറ്റ്നാമിൽ നാശം വിതച്ച കാറ്റ് മൊലാവ്. ഒക്ടോബറിൽ വിയറ്റ്നാമിൽ നാശം വിതച്ച കാറ്റ് മൊലാവ്. കേരളത്തിൽ ആദ്യമായി കണ്ണുകളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഒക്യുലാർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രി മലബാർ ക്യാൻസർ സെൻറ്റർ, തലശ്ശേരി. കേരളത്തിൽ ആദ്യമായി കണ്ണുകളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഒക്യുലാർ ഓങ്കോളജി വിഭാഗം നിലവിൽ വന്ന ആശുപത്രി മലബാർ ക്യാൻസർ സെൻറ്റർ, തലശ്ശേരി. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതി ശ്രവൺ. കേൾവി പരിമിതി നേരിടുന്നവർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കുന്നതിനായി കേരള വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ ആരംഭിക്കുന്ന പദ്ധതി ശ്രവൺ. ഒക്ടോബറിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഇടം നേടിയ ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവ് പന്ന, മധ്യപ്രദേശ്. ഒക്ടോബറിൽ യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവിൽ ഇടം നേടിയ ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവ് പന്ന, മധ്യപ്രദേശ്. ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ മന്ത്രിയായി അധികാരമേറ്റ ആദ്യ ഇന്ത്യക്കാരിയായ മലയാളി പ്രിയങ്ക രാധാകൃഷ്ണൻ. ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ മന്ത്രിയായി അധികാരമേറ്റ
ആദ്യ ഇന്ത്യക്കാരിയായ മലയാളി? പ്രിയങ്ക രാധാകൃഷ്ണൻ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വരുന്നത് എവിടെ? പുളിമൂട്, തിരുവനന്തപുരം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യ റേഷൻ കട നിലവിൽ വരുന്നത് എവിടെ? പുളിമൂട്, തിരുവനന്തപുരം. ഒക്ടോബറിൽ കേരള സർക്കാർ വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ, മലപ്പുറം. ഒക്ടോബറിൽ കേരള സർക്കാർ വനംവകുപ്പിൻ്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂർ, മലപ്പുറം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ? ഭാഗ്യ കേരളം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഭാഗ്യ കേരളം. കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുട് ഓവർ ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സമഗ്ര ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല? ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച ഓൺലൈൻ ടാക്സി സർവീസ് കമ്പനി? OLX. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ആരംഭിക്കാൻ തീരുമാനിച്ച ഓൺലൈൻ ടാക്സി സർവീസ് കമ്പനി? OLX. ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ കണ്ടൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കൊയിലാണ്ടി, കോഴിക്കോട്. ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ കണ്ടൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? കൊയിലാണ്ടി, കോഴിക്കോട്. നവംബറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഒഴിവാക്കിയ സംസ്ഥാനം? തമിഴ്നാട്. നവംബറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഒഴിവാക്കിയ സംസ്ഥാനം? തമിഴ്നാട്. അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ട പരിശീലനം നൽകുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി? കണക്ട് ടു വർക്ക്. അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ട പരിശീലനം നൽകുന്നതിന് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി? കണക്ട് ടു വർക്ക്. കേരളത്തിലെ ആദ്യ കബഡി പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെ? കല്ലുവാതുക്കൽ, കൊല്ലം. കേരളത്തിലെ ആദ്യ കബഡി പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെ? കല്ലുവാതുക്കൽ, കൊല്ലം. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? ചാലക്കുടി, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യ സർക്കാർ ആയുർവേദ നേത്രരോഗ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് എവിടെ? ചാലക്കുടി, തൃശ്ശൂർ. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം? കേരളം. തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കായി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം? കേരളം. ഒക്ടോബറിൽ സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വന്നത് എവിടെ? കെവാഡിയ, ഗുജറാത്ത്. ഒക്ടോബറിൽ സർദാർ പട്ടേൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വന്നത് എവിടെ? കെവാഡിയ, ഗുജറാത്ത്. 2021 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കനേഡിയൻ സിനിമയായ ഫണ്ണി ബോയുടെ സംവിധായിക? ദീപ മേത്ത. 2021 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കനേഡിയൻ സിനിമയായ ഫണ്ണി ബോയുടെ സംവിധായിക? ദീപ മേത്ത. 2020-2021 ISLൻ്റെ വേദി? ഗോവ. 2020-2021 ISLൻ്റെ വേദി? ഗോവ. ഇന്ത്യയിൽ ആദ്യമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? വേളി, തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൗഹൃദ ടൂറിസം ട്രെയിൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? വേളി, തിരുവനന്തപുരം. 2020 നടക്കുന്ന 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി?
സിംബിയോസിസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, പൂനെ. 2020 നടക്കുന്ന 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി, സിംബിയോസിസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി, പൂനെ. ഡിസംബറിൽ യുനെസ്കോയുടെ സഹകരണത്തോടെ നടക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസിൻ്റെ വേദി, നെതർലാൻഡ്. ഡിസംബറിൽ യുനെസ്കോയുടെ സഹകരണത്തോടെ നടക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം കോൺഫറൻസിൻ്റെ വേദി, നെതർലാൻഡ്. നവംബറിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് തെലങ്കാനയിൽ ആരംഭിക്കുന്ന പദ്ധതി, ഋതുവേദിക. നവംബറിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് തെലങ്കാനയിൽ ആരംഭിക്കുന്ന പദ്ധതി, ഋതുവേദിക. ഇൻഡോ ഇസ്രായേലി സെൻറ്റർ ഫോർ എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം, ആസാം. ഇൻഡോ ഇസ്രായേലി സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം, ആസാം. 1,00,000 വനിതകൾക്ക് ഡിജിറ്റൽ സ്കിൽ പരിശീലനം ലഭ്യമാക്കുന്നതിന് മൈക്രോസോഫ്റ്റ് ഇന്ത്യയുമായി ധാരണയിലായ സ്ഥാപനം, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NSDC. 1,00,000 വനിതകൾക്ക് ഡിജിറ്റൽ സ്കിൽ പരിശീലനം ലഭ്യമാക്കുന്നതിന് മൈക്രോസോഫ്റ്റ് ഇന്ത്യയുമായി ധാരണയിലായ സ്ഥാപനം, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. 2020 വുമൺസ് T20 ചലഞ്ചിൻ്റെ വേദി, UAE. 2020 വുമൺസ് T20 ചലഞ്ചിൻ്റെ വേദി, UAE. 2019 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. 2019 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഹരിഹരൻ. 2020 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. 2020 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത കേരള പോലീസ് സേനാ വിഭാഗം, SISF, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത കേരള പോലീസ് സേനാ വിഭാഗം, SISF, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്.